ഹർത്താലായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെയല്ല ഇത്തിരി താമസിച്ചാണ് എഴുന്നേറ്റത്. വന്ന പാടെ തന്നെ ആദ്യം തന്നെ ചായ ഇടാൻ നോക്കി. അതിന് വേണ്ടി പാലും തേയിലപ്പൊടിയും പഞ്ചസാരയെല്ലാം ഒരുമിച്ച് എടുത്ത് വെച്ച് എളുപ്പപ്പണിയും ആകുമല്ലോ. അങ്ങനെ എടുത്തു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ചായ റെഡിയായി. 2 ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. ഒരെണ്ണം എനിക്കും ഒരെണ്ണം എൻ്റെ ഇക്കാക്കും. ഞാൻ ഇക്കാക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ രാവിലെ ചിക്കൻ കറി ചിക്കൻ ഫ്രൈയും പുട്ടുമാണ് കേട്ടോ. തലേ ദിവസം തന്നെ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. പിന്നെ ഇത് ഈ കൂട്ട് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഈ കൂട്ടെല്ലാം ഇട്ട് ചിക്കൻ ഫ്രൈ നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടോടെ പൊരിക്കാൻ പോവേണ്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കറിവേപ്പില പൊട്ടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. 2 പേർക്ക് ഇഷ്ടമാണ്. ആർക്കൊക്കെ എനിക്കും തോന്നിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ ഫ്രൈ. അങ്ങനെ അവർക്ക് ഞാൻ സെറ്റായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണ്ടേ. ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കുക്കറിൽ കുറച്ച് സവാള വേവിച്ച് വെച്ചായിരുന്നു. അതൊക്കെ ഇട്ടു. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടെല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി എന്താ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ അതും വീണ് തിളച്ച് വന്ന് കുറുകി വരുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ റെഡി, സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ലാസ്റ്റത്തെ അതിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ. അതിനു വേണ്ടി പുട്ട് വേണം. അതിനുവേണ്ടി ഞാൻ പുട്ടുണ്ടാക്കുകയാണ്. അല്ലെങ്കിലും സ്കൂളിൽ ക്ലാസ്സിൽ ഞായറാഴ്ചയൊക്കെ രാവിലെ പുട്ടായിരിക്കുമല്ലോ. അങ്ങനെ പുട്ടും റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ ആൾക്കാരും എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. ഫയാനും തോപ്പി തന്നെ ഇരുന്ന് കഴിക്കണം. ചില സമയങ്ങളിലൊക്കെ ഇവരിങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. നാളെ കാണാം.